വേദനിപ്പിക്കുന്നവരെ നേരിടുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വികാരങ്ങളെ അംഗീകരിക്കുന്നതാണ്. കാരണം വേദന തോന്നുന്നത് സ്വാഭാവികമാണ്. കോപത്തിൽ ഉടൻ പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ച് സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. നമ്മെ വേദനിപ്പിക്കുന്ന ആളുകളോട് അവരുടെ പെരുമാറ്റം നമ്മെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് തുറന്നു പറയുന്നതും വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഒരാൾ നിരന്തരം നെഗറ്റീവായി പെരുമാറുകയാണെങ്കിൽ അവരുടെ മുന്നിൽ വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുകയും ആവശ്യമായാൽ അല്പം ദൂരത്ത് നിൽക്കുകയും ചെയ്യണം. എല്ലാവരെയും മാറ്റാൻ കഴിയില്ലെന്ന സത്യം മനസ്സിലാക്കി നമ്മുടെ മനസ്സിനും സമാധാനത്തിനും മുൻഗണന നൽകുന്നത് തന്നെയാണ് ശരിയായ വഴി. അതിനു പുറമെ നമ്മെ പിന്തുണയ്ക്കുന്ന സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. അവരുടെ ഉപദേശം പലപ്പോഴും നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകാനും സഹായിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മെ ദുർബലമാക്കാൻ അനുവദിക്കാതെ അതൊരു പഠനമായി കാണാനും ശ്രമിക്കണം. ചിലപ്പോൾ നമ്മൾ തന്നെ എവിടെ തെറ്റി എന്ന് ചിന്തിക്കുകയും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളർച്ചയ്ക്ക് സഹായകമാകും. ക്ഷമിക്കാനുള്ള മനസ്സ് വളർത്തുന്നതും ചില സാഹചര്യങ്ങളിൽ ഉപകാരപ്പെടും. കാരണം അത് നമ്മുടെ മനസ്സിലുള്ള ഭാരം കുറയ്ക്കും. ഇതോടൊപ്പം സ്വന്തം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മളെ വിലമതിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ അത്ര എളുപ്പത്തിൽ നമ്മെ ബാധിക്കില്ല. ദിവസവും ചെറിയ കാര്യങ്ങളിലൂടെയും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യുക. നല്ല ചിന്തകൾ വളർത്തുക. പോസിറ്റീവ് ആളുകളുമായി സമയം ചിലവഴിക്കുക. എല്ലാത്തിനും മുകളിൽ നമ്മുടെ സന്തോഷവും സമാധാനവും ഏറ്റവും പ്രധാനമാണെന്ന് ഓർക്കണം. അതിനെ സംരക്ഷിക്കാൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും മടിക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.